ഇന്ത്യയുടെ നട്ടെല്ലൊടിച്ച ട്രംപിന്റെ തീരുവ നയത്തിനെതിരെ പുതിയ നീക്കവുമായി ഇന്ത്യ. താരിഫ് നടപടിക്ക് മറുപടി കൊടുക്കാൻ പുതിയ സഖ്യം രൂപപ്പെടുകയാണ്. ഇന്ത്യ, ചൈന, റഷ്യ സഖ്യം രൂപപ്പെടുത്തുന്നതിനുള്ള സാധ്യതയാണ് തെളിഞ്ഞുവരുന്നത്. ഷാങ്ഹായ് സഹകരണ സംഘടന അഥവാ SCO ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് സ്വാഗതം ചെയ്യുമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തയാഴ്ച ചൈനയിൽ നടക്കുന്ന പ്രാദേശിക സുരക്ഷാ ഫോറത്തിൽ ഷീ ജിൻപിങ് 20-ലധികം ലോക നേതാക്കളെ കൂട്ടിച്ചേർക്കുമെന്നാണ് വിവരം. ഉപരോധങ്ങൾ ബാധിച്ച റഷ്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നയതന്ത്ര നേട്ടമാണ് ഇതുവഴി സാധിക്കുക. പുടിനും മോദിക്കും പുറമെ മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ്, ദക്ഷിണേഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 2020-ൽ മാരകമായ അതിർത്തി സംഘർഷങ്ങളെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ കൂടുതൽ ലഘൂകരിക്കുന്നതിനായി ഇരു നേതാക്കന്മാരും പ്രവർത്തിക്കുന്നതിനാൽ മോദിയുടെ ചൈനയിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത്. ഉക്രൈനിലെ യുദ്ധത്തിനിടയിൽ പാശ്ചാത്യ നേതാക്കൾ പുടിനോട് പുറംതിരിഞ്ഞു നിന്നപ്പോൾ കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോദി, ഷീയും പുടിനുമായി ഒരേ വേദി പങ്കിട്ടിരുന്നു. അതിനിടെ ചൈനയുമായും ഇന്ത്യയുമായും ത്രികക്ഷി ചർച്ചകൾ ഉടൻ നടക്കുമെന്ന് മോസ്കോ പ്രതീക്ഷിക്കുന്നതായി ന്യൂഡൽഹിയിലെ തന്നെ റഷ്യൻ എംബസി ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അമേരിക്കയ്ക്ക് ശേഷമുള്ള ഒരു അന്താരാഷ്ട്ര ക്രമം എങ്ങനെയായിരിക്കണമെന്ന് കാണിക്കാനുള്ള അവസരമായി ഈ ഉച്ചകോടി ഷീ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഗവേഷണ ഏജൻസിയായ ദ ചൈന ഗ്ലോബൽ സൗത്ത് പ്രൊജക്ടിന്റെ എഡിറ്റർ ഇൻ ചീഫായ എറിക് ഒലാണ്ടറാണ് ഇക്കാര്യം പറഞ്ഞത്. ചൈന, ഇറാൻ, റഷ്യ, ഇപ്പോൾ ഇന്ത്യ എന്നിവയെ നേരിടാൻ ജനുവരി മുതൽ വൈറ്റ് ഹൗസ് നടത്തിയ എല്ലാ ശ്രമങ്ങളും ഉദ്ദേശിച്ച ഫലം നൽകിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ ബ്രിക്സ് എത്രമാത്രം അസ്വസ്ഥനാക്കിയെന്ന് നോക്കൂ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. 2001-ൽ SCO സ്ഥാപിതമായതിനു ശേഷം ഈ വർഷത്തെ ഏറ്റവും വലിയ ഉച്ചകോടിയായിരിക്കുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 6 യുറേഷ്യൻ രാജ്യങ്ങളുടെ ഗ്രൂപ്പായി ആരംഭിച്ച സുരക്ഷാ കേന്ദ്രീകൃത കൂട്ടായ്മ സമീപ വർഷങ്ങളിൽ 10 സ്ഥിരം അംഗങ്ങളിലേക്കും 16 സംഭാഷണ നിരീക്ഷണ രാജ്യങ്ങളിലേക്കും വികസിച്ചു. സുരക്ഷ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് സാമ്പത്തിക സൈനിക സഹകരണത്തിലേക്കും അതിന്റെ പരിധി വികസിച്ചിട്ടുണ്ട്.